ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസം ആദ്യം തന്നെ അജയനും ജയനും ഒക്കെ കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ അനിയുടെ കാര്യങ്ങളാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. MBAക്ക് വിട്ടത് ഏതായാലും നന്നായി, അവനിപ്പോൾ അങ്ങ് കയറി ഫോമായി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആദർശ് അങ്ങോട്ടേക്ക് വരുന്നത്. ആദർശ് അങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതേതായാലും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഇനി അവനെ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് എന്ന കാര്യം പറയുവാണ് ആദർശ്. അന്നേരം അജയൻ ചോദിച്ചു, എടാ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇപ്പം തന്നെ ആവശ്യത്തിൽ കൂടുതൽ ജോലികളും കാര്യങ്ങളും അവനില്ലേ, ഇനിയും കൂടുതൽ കാര്യങ്ങളൊക്കെ അവനെ ഏൽപ്പിച്ച് കൊടുക്കണമെന്ന് ചോദിക്കുമ്പം അത് വേണം. അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നന്ദുവിനെക്കുറിച്ചുള്ള ചിന്തകളും കാര്യങ്ങളും ഉണ്ടെന്നും അതവൻ്റെ മനസ്സിൽ നിന്ന് പോകണം എന്നുണ്ടെങ്കിൽ അവൻ ഉത്തരവാദിത്തങ്ങൾ കൂടണം എന്ന കാര്യം അജയനോട് പറഞ്ഞു കൊടുക്കുക ആദർശ. അവൻ പിന്നെ കാര്യങ്ങളൊക്കെ പഠിച്ചെടുത്തതിന് ശേഷം അവൻ്റെ മേൽനോട്ടത്തിലുള്ള ബ്രാഞ്ചുകളുടെ വളർച്ചയുണ്ടല്ലോ, നമ്മളൊക്കെ ചിന്തിച്ചതിനേക്കാളും അപ്പുറമാണെന്ന് ആദർശ് പറയുന്നു. അത് തന്നെ ഞാൻ അജയനോട് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് ജയനും അന്നേരം പറഞ്ഞു. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് പോകുന്നതെങ്കിൽ പകുതി ഭാരം അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നും ആദർശ് പറയുമ്പം നിന്റെ തണലിൽ ബിസിനസ് ചെയ്യണമെന്ന് മാത്രമേ അവൻ ആഗ്രഹിച്ചിട്ടുള്ളൂ ആദർശൻ എന്ന് അജയൻ പറയുമ്പം അതൊന്നും പോരാ ഇളയച്ച, അവൻ്റെ കഴിവുകൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി അവനെ അർഹിക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ആദർശ്. അപ്പോഴാണ് ജലജ ഇത് കേട്ടോണ്ട് അങ്ങോട്ടേക്ക് വന്നെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഹനിയെക്കുറിച്ച് കുറച്ച് ഓടിക്കുന്നത് നല്ലതാണെന്നും അവനെ മലബാർ ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്താലോ എന്ന് പോലും ഞാൻ ആലോചിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മലബാർ ഭാഗത്തേക്ക് അവനെ പറഞ്ഞു വിടാനോ? അതൊക്കെ നോക്കാനായിട്ട് മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരില്ലേ എന്ന് ജലജ ചോദിച്ചു. അന്നേരം അതിലും മിടുക്കുണ്ടായിരിക്കും, അതുകൊണ്ടാണ് അവനെ അങ്ങോട്ടേക്ക് വിടുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ദേ ഒരുത്തൻ ജയിലിൽ കിടക്കുക, അവനെ അങ്ങോട്ട് പറഞ്ഞു വിടാൻ എല്ലാവർക്കും ഭയങ്കര ഉത്സാഹമായിരുന്നല്ലോ എന്ന് ജലജ പറയുമ്പം കുടുംബത്തിൻ്റെയും കമ്പനിയുടെയും പേര് കളയാനായിട്ട് ജനിച്ച ഒരുത്തൻ പിന്നെ ജയിലിൽ എന്താ കിടക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ അത് ജലജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇനിയേ അവൻ ജയിലിൽ നിന്ന് വന്നാലും ശരി, അവനെ ഞാൻ നമ്മുടെ ഒരു സ്ഥാപനത്തിലേക്കും കയറ്റാൻ പോകുന്നില്ല, ഒരു സ്റ്റാഫായിട്ട് പോലും അംഗീകരിക്കില്ല എന്നും ആദർശ് പറയുവാണ്. അവൻ നമ്മുടെ ട്രസ്റ്റിലെ അംഗമാണ്, അതിൻ്റെ ആനുകൂല്യമൊക്കെ അവന് കിട്ടും, അത്രേ ഉള്ളൂ എന്നും ആദർശ് പറയണു. അവനൊരു ഭാര്യയും കുഞ്ഞും ഉള്ളത് കൊണ്ട് ജീവിക്കാനുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ജലജയ്ക്കൊന്നും പിടിക്കുന്നില്ല. അതിൻ്റെ അപ്പുറം ഈ മൂർത്തീസ് കമ്പനീസ് ഗ്രൂപ്പിൽ അവനൊരു സ്ഥാനം പോലും ഉണ്ടാവില്ല എന്നും പറഞ്ഞു. കള്ളനെ താക്കോലേൽപ്പിച്ചാലേ അവൻ ബിസിനസ് മുക്കും ജലജേ. അന്നേരം അതെ, തളർന്നു കിടക്കുന്ന ഒരു പെണ്ണിനെ അതിക്രൂരമായി വഞ്ചിച്ച ഒരുത്തനാണ് ഏട്ടൻ്റെ മോൻ, അതാരും മറന്നു പോകരുത് കേട്ടോ എന്ന് ജലജ പറയുമ്പം ഒന്നും മിണ്ടാതെ ഇവരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക. ആരും ഒന്നും മറക്കുന്നില്ല, നീയായിട്ട് ഓർമ്മിപ്പിക്കേണ്ട. ആ വിഷയത്തിൽ ആദർശിന്റെ ഭാഗത്തെ ന്യായം എന്താണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യം അജയൻ അന്നേരം ജലജയോട് പറഞ്ഞു. അതിന് ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ നീ നോക്കുകയും വേണ്ടാന്നും പറഞ്ഞു. നിന്റെ വൃത്തികെട്ട നാവടക്കി നിന്റെ കാര്യം നോക്കി നീ ജീവിക്കുകയാണെങ്കിൽ നാണം കെടാതെ നിനക്ക് ജീവിക്കേണ്ടി വരുമെന്നും നിന്റെ മകനെ നശിപ്പിച്ചത് നീ തന്നെയാണെന്ന കാര്യവും അജയൻ ഇങ്ങനെ പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ കൂട്ടുകെട്ടും കൂടിയാണെന്നും കൂടെ എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞു. ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ജലജയ്ക്ക്. ഈ അനന്തപുരി തറവാട്ടിലെ അംഗമല്ല നീയും നിന്റെ മോനും ഒന്നും ഞങ്ങൾ ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഇന്ന് വരെ കരുതിയിട്ടുമില്ല. നീയും നിന്റെ മകനുമാണ് ഇത് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും അത് തെളിയിച്ചുകൊണ്ടും ഇരിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന കാര്യമൊക്കെ ഇങ്ങനെ ജയനും പറഞ്ഞു. എടി എന്തിൻ്റെ കുറവുണ്ടായിട്ടാ അവൻ കള്ളക്കടത്തുകാരുമായിട്ട് കൂട്ടുകൂടിയത്? അവന് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? മൂർത്തീസ് ജ്വല്ലറി വഴി കള്ളക്കടത്ത് സ്വർണം മറിച്ചു വിറ്റത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിക്കുമ്പം എല്ലാവരും കൂടി എൻ്റെ അബിയെ കള്ളനാക്കിയതാ, ജയിൽ പുള്ളി ആക്കിയതാ, എല്ലാവരും അതിന് അനുഭവിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ജലജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഇത് എന്തൊരു ജന്മമാണെന്ന് ഓർത്ത് ഇവരിങ്ങനെ ഇവിടെ നിൽക്കുക കേട്ടോ. മോനെ, നീ നിന്റെ തീരുമാനങ്ങൾ മാറ്റാനായിട്ട് നിൽക്കണ്ട, എനിക്കുള്ള അധികാരങ്ങൾ കൂട്ടണമെന്നും ഇനി നിങ്ങൾ രണ്ടുപേരും കൂടി മൂർത്തീസ് ഗ്രൂപ്പ് ഭരിച്ചാൽ മതി എന്നും പറഞ്ഞു. അതിനിടയിലേക്ക് മൂന്നാമതൊരാൾ കയറി വരണ്ട എന്നും ജയൻ ആദർശിനോട് പറയുന്നു. ആദർശ് ഓക്കെ പറഞ്ഞു. ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നവ്യ കുഞ്ഞുമായിട്ട് റൂമിലിരിക്കുമ്പോൾ ജലജ അങ്ങോട്ടേക്ക് ചെന്നു. മോളെ എന്നും പറഞ്ഞു വിളിച്ച അബിയുടെ അമ്മാവന്മാരും കമ്പനിയുടെ MDയും കൂടി ഒരു തീരുമാനം എടുത്തേക്കാണെന്ന് ജലജ പറയുന്നു. ഇനി അബിക്ക് കമ്പനിയിൽ ജോലി കൊടുക്കില്ല എന്ന്, മാസാമാസം ജീവിക്കാനുള്ളത് കൊടുത്തോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറയുമ്പോൾ നവ്യ ഞെട്ടി. അവനെ വെറും ആക്കിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ഇനിയിപ്പോൾ കൈ നീട്ടണം എല്ലാവരുടെയും മുന്നിൽ ഇത്തിരി പൈസ കിട്ടണമെങ്കിലെന്ന് പറയുമ്പം മൂർത്തീസ് ഗ്രൂപ്പ് ഒരു ട്രസ്റ്റ് ആണല്ലോ, അതിലെ അംഗമല്ലേ അമ്മയും അഭിയും ഒക്കെ എന്ന് നവ്യ ചോദിക്കുമ്പം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അതൊക്കെ കൈകാര്യം ചെയ്യുന്നത് ആദർശല്ലേ, അവൻ വിചാരിക്കണം ഇനി ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നൊക്കെ പറയുമ്പം നവ്യക്കൊന്നും ദഹിക്കുന്നുമില്ല. ഏത് രീതിയിൽ നോക്കിയാലും ഒന്നും അല്ലാണ്ടായി പോയി മോളെ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു തിരിച്ചടി കൊടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് ഞാൻ അമ്മയോട് ചോദിച്ചതല്ലേ എന്ന് ചോദിച്ചു നവ്യ. മോളെ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് മോൾക്ക് തോന്നുന്നുണ്ടോ എന്ന് ജലജ ചോദിക്കുക. നീ ഇവിടെ വരുമ്പോൾ നീ എനിക്കെതിരായിരുന്നല്ലോ, അതിനു മുൻപേ ഞാൻ ഇവിടെ ഫൈറ്റ് ചെയ്ത് തുടങ്ങിയതാണെന്ന്, എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അത് നടത്തിയതെന്നും സത്യം പറഞ്ഞാൽ എന്നോടും എൻ്റെ മക്കളോടുമുള്ള നിരന്തര അവഗണന കാരണമാണ് ഞാൻ കുഴപ്പക്കാരിയായതെന്ന കാര്യവും ജലജ പറയുവാണ്. അതിനു മുൻപ് ഞാൻ ശാന്ത സ്വഭാവമുള്ള ഒരു സ്ത്രീ തന്നെ ആയിരുന്നു എന്നും പറഞ്ഞു.
പ്രത്യേകിച്ച് ദേവയാനി വന്നതിന് ശേഷമാണ് ഞാൻ കുറച്ച് മോശക്കാരി ആയതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവൾ എപ്പോഴും പുറമ്പോക്കാണെന്നും പറഞ്ഞ് എന്നെ കളിയാക്കുമായിരുന്നു, അതാണ് എന്നെ മാറ്റിമറിച്ചതെന്നൊക്കെ പറയുമ്പം എനിക്കും മനസ്സിലായി അമ്മേ അവരുടെ സ്വാർത്ഥതയൊക്കെ എന്ന് നവ്യയുടെ വക ഡയലോഗ്. സ്വന്തം മോന്റെ കാര്യം വന്നപ്പോൾ അവരെല്ലാവരെയും കയ്യിലെടുക്കുകയാണ് ചെയ്തത്, മുത്തശ്ശനെയും മുത്തശ്ശിയെയും എന്നുവേണ്ട എൻ്റെ അനിയത്തെ പോലും അവർ കയ്യിലെടുത്തില്ലേ എന്നൊക്കെ ചോദിക്കുക നവ്യ. അല്ലെങ്കിൽ പിന്നെ ഒരു ഭാര്യയും സഹിക്കാത്ത കാര്യങ്ങളാ ആദർശേട്ടൻ ചെയ്തിരിക്കുന്നത്, അത് അവൾ സഹിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുക കേട്ടോ. അതുപോലും പെട്ടെന്ന് മറക്കാനായിട്ട് എൻ്റെ അനിയത്തിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണക്കാരി അവളുടെ അമ്മായിമ്മ തന്നെയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പം മോള് വിഷമിക്കൊന്നും വേണ്ട, ഭാഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ കരയിച്ചവര് അതിനേക്കാളേറെ കരയും. നീ നോക്കിക്കോ, നിനക്കിപ്പോൾ നന്ദുവിനോട് വെറുപ്പല്ലേ, നന്ദുവിനെ സപ്പോർട്ട് ചെയ്യുന്ന നയനയെ നിനക്ക് ഇഷ്ടമല്ല എന്ന് നീ പറഞ്ഞും കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പം അത് വെറും പറച്ചിലല്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ. അവൾ എന്നെ സപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ അബിക്ക് ജയിലിൽ പോവേണ്ട ആവശ്യം പോലും വരില്ലായിരുന്നു എന്നും നവ്യ ജലജയോട് പറയുക കേട്ടോ. നയന പറയുന്നതേ എന്തും നന്ദു കേൾക്കും, എന്നാൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കപ്പെടണമെന്നുള്ളൊരു നിലപാടാ അവിടെയും നയന എടുത്തതെന്ന കാര്യവും നവ്യ പറയണു. അതിന് മാപ്പ് കൊടുക്കാൻ ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ഇത്രയും എനിക്ക് കേട്ടാൽ മതി, ബാക്കിയൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നടക്കും നവ്യേ, നീ നോക്കിക്കോ നവ്യേ എന്നൊക്കെ പറഞ്ഞ് ജലജ അവിടെ നിന്ന് പോയി. നവ്യമോൾ ഇങ്ങനെ ആലോചനയായിട്ട് അവിടെ നിൽക്കുക കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നന്ദുവും അതുപോലെ ഒരു പോലീസുകാരനും കൂടി ഇങ്ങനെ എന്തൊക്കെയോ കേസിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നു. അപ്പോഴത്തേക്ക് നന്ദുവിൻ്റെ ഫോണിലേക്ക് കോള് വന്നു. നന്ദു കോൾ അറ്റൻഡ് ചെയ്യുവാണ്. അപ്പോൾ അനിയാ വിളിച്ചത്. പറയടാ, അതെ എന്നെ എൻ്റെ ഏട്ടൻ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ച് തന്നിരിക്കുകയാണെന്ന് നന്ദുവിനോട് അനി പറഞ്ഞു. ഞങ്ങളുടെ കമ്പനിയുടെ പകുതി ചുമതല ഇപ്പം ഏറ്റെടുക്കണമെന്നാണ് പറയുന്നതെന്നുള്ള കാര്യം അനി നന്ദുവിനോട് പറയുവാണ്. അത് ഞാൻ ഏറ്റിട്ടില്ല, എങ്കിലും ഇതൊക്കെ ഞാൻ ബിസിനസ്സിൽ വിജയിച്ചതിൻ്റെ തെളിവുകളാണെന്നൊക്കെ അനി നന്ദുവിനോട് പറഞ്ഞപ്പോൾ അതിന് നന്ദി പറയേണ്ടത് എന്നോടാ കേട്ടോ എന്ന് നന്ദു അനിയോട് പറയുക. ഞാനല്ലേ നിന്നോട് ബിസിനസ്സിൽ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എടി അതുകൊണ്ടാണല്ലോ ഇപ്പം ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ നിന്നെ തന്നെ ആദ്യം വിളിച്ച് പറഞ്ഞതെന്ന് അനി പറയുക. പിന്നെ നീ എന്നെ സപ്പോർട്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊന്നും നടക്കാൻ പോണില്ലായിരുന്നു എന്നും പറഞ്ഞു. ഇപ്പം അതുകൊണ്ടേ വീട്ടിൽ മൊത്തത്തിലൊരു സന്തോഷമൊക്കെ ഇല്ലേടാ എന്ന് ചോദിച്ചപ്പോൾ ഉറപ്പായിട്ടും ഉണ്ടടി എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് നന്ദുവിന് സന്തോഷമായി. ബിസിനസ്സിൽ ഞാൻ പൊളിയുമെന്ന് കരുതിയിരുന്ന ആദർശേട്ടനൊക്കെ ഇപ്പം അത്ഭുതത്തോടു കൂടി എന്നെ കാണുന്നതെന്ന് നന്ദുവിനോട് പറയൂ കേട്ടോ. പിന്നെ ഇനി എന്തായാലും നിന്നെ നഷ്ടപ്പെട്ടു പോകില്ല എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടെന്നും പറഞ്ഞു. പിന്നെ ബിസിനസ്സിനെ പറ്റിയും അതുപോലെ ഇവർ തമ്മിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിക്കുക. പിന്നെ ഇടയ്ക്കൊന്ന് വരണം, നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം, ഈ 24 മണിക്കൂർ വെറുതെ കാക്കിയിട്ടുണ്ട്, തല്ലാനും വഴക്കൂടാനൊന്നും നടക്കാതെ ഇടയ്ക്കൊന്ന് റിലാക്സ് ചെയ്യടി എന്നൊക്കെ പറഞ്ഞു അനി. നമുക്ക് നോക്കാം എന്ന് നന്ദുവും പറഞ്ഞു. വിഘ്നേഷിനോടും രാകേഷിനോടും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിസിനസ്സിൽ വിജയിച്ചതിൻ്റെ പാർട്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന്. അവന്മാരത് അറിഞ്ഞപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞതാ പാർട്ടി വേണമെന്ന്. പിന്നെ നീ ഇല്ലാതെ എന്ത് പാർട്ടി എനിക്കുള്ളത്, നിന്റെ സമയം കൂടി നോക്കിയിട്ട് നമുക്ക് ഒരു ഡേറ്റ് ഫിക്സ് ചെയ്യാം, എന്താ പോരെയെന്ന് ചോദിച്ചു. ഓക്കെ പറഞ്ഞു, ഫോണും അങ്ങ് കട്ട് ചെയ്തു. അപ്പോൾ അതിന് ശേഷം പിന്നെ നമ്മുടെ അനി ഓഫീസിലേക്ക് ചെന്നു. അപ്പോൾ അവിടുത്തെ മാനേജർ അനിയോട് സാർ ഇവിടെ വന്നതിന് ശേഷമാണ് ഇവിടെ നല്ല മാറ്റങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുമോ. ഇതുവരെ ഇതുപോലുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെ സാറിനെ ഏൽപ്പിക്കുമോ എന്നുള്ള പേടിയായിരുന്നു സാറിന്. പക്ഷേ സാറിന് ഇപ്പോൾ ഭയങ്കര ധൈര്യമാണ്, സാറിന് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാൻ പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞത് എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ കമ്പനിയുടെ പകുതി ചാർജ് സാറിനാണല്ലോ എന്ന് പറയുമ്പോൾ അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞു ഞാൻ. പക്ഷെ അതൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞു സാർ, ഇവിടെ അതിൻ്റെ മെസ്സേജും വന്നു ഈ മാനേജർ പറയുമ്പോൾ കൂടത്ത് വേറെ സ്റ്റാഫ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കമ്പനിയുടെ മൊത്തത്തിലുള്ള MD ആദർ സാറാണെങ്കിലും സൗത്ത് സോൺ മുഴുവൻ നോക്കുന്നത് സാറായിരിക്കും എന്നാണ് പറഞ്ഞതെന്ന് പറഞ്ഞു. അപ്പോൾ എറണാകുളം വരെ. അത് കേട്ടപ്പം അയ്യോ അതങ്ങനെ ഒഫീഷ്യലി എന്നെ അറിയിച്ചിട്ടൊന്നും ഇല്ല എന്ന് പറഞ്ഞു അനിയെ. പക്ഷേ ഞങ്ങൾക്ക് സന്ദേശം പാസ് ചെയ്ത് കഴിഞ്ഞല്ലോ എന്ന് മാനേജർ. ഇനിയിപ്പോൾ സാറിനോട് പറയുമായിരിക്കും അവർ പറയുവാണ്. പിന്നെ അനിയും സ്റ്റാഫ് അവരെല്ലാവരും കൂടെ കുറച്ചൊക്കെ സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ കാണിക്കുന്ന അനന്തപുരിയിൽ നമ്മുടെ ദേവയാനി ഇങ്ങനെ നടന്നു വരുക. ദേവയാനി അടുക്കളയിലേക്ക് വരുന്നു. അടുക്കളയിലേക്ക് വന്ന് ആ ജ്യൂസ് എടുക്കുക കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ജലജ അതുവഴി വരുന്നതും ഇത് കാണുന്നത്. പെട്ടെന്ന് മറിഞ്ഞു നിന്ന് ദേവയാനി ജ്യൂസ് എടുത്തുകൊണ്ട് പോകുന്നത് നോക്കി അവിടെ നിൽക്കുക. അപ്പോൾ ദേവയാനി ജ്യൂസും കൊണ്ട് പോയപ്പോൾ കൊണ്ടുപോയി കൊടുക്കടി നിന്റെ മരുമകൾക്ക് എന്നും പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ നിൽക്കുവാണ്. ഈ സമയത്ത് ദേവയാനി നയനയുടെ മുറിയിലേക്ക് ചെന്നു. തൊട്ട് പിറകെ ജലജയും ചെന്നു. അവർ രണ്ടുപേരും കൂടി നിന്ന് സംസാരിക്കുന്നതൊക്കെ ജലജ ഒളിച്ചു നിന്ന് കേൾക്കും. അപ്പം മോളി ജ്യൂസ് കുടിക്കാൻ പറയുമ്പോൾ അവിടെ വെച്ചേക്കമ്മയെന്ന് പറഞ്ഞു. എനിക്കിപ്പോൾ വേണ്ട, പിന്നെ ഞാൻ എടുത്ത് കുടിച്ചോളാമെന്ന് നയന പറഞ്ഞു. അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് ദേവയാനി. അപ്പം ഞാൻ കുടിച്ചോളാം അമ്മേ, ഇന്ന് രാവിലെ ഒരുപാട് ഫ്രൂട്ട്സ് ഒക്കെ കഴിച്ചതായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ABC മുതൽ Z വരെയുള്ള ജ്യൂസ് കൊടുത്താലും അവൾക്ക് ഇന്ന് രക്ഷയൊന്നും ഇല്ലടി എന്ന് ജലജ അവിടെ നിന്ന് മനസ്സിൽ പറയാം. ഇത് കണ്ണടച്ച് തുറക്കുന്നതിന് മുന്നേ കുടിച്ചേക്കണം കേട്ടോ, മോൾക്ക് ആവശ്യമില്ലാതെ ഒന്നും ഇവിടെ ആരും ഒന്നും തരുന്നില്ലല്ലോ എന്ന് ദേവയാനി പറഞ്ഞു. അതുകൊണ്ട് തരുന്നത് കൃത്യമായിട്ട് ഞങ്ങളെ വിഷമിപ്പിക്കാതെ കൃത്യമായി കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്യണം കേട്ടോ, പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറഞ്ഞു.
ഉത്തരവേ ഞാൻ കഴിച്ചോളാമെന്ന് പറഞ്ഞു നയന. എന്നിട്ട് ദേവയാനി അവിടെ നിന്ന് നന്ദു നയനയായിട്ട് സംസാരിച്ചിട്ട് അങ്ങ് പോയി. ഈ സമയത്ത് നമ്മുടെ നയന ഡ്രസ്സൊക്കെ മടക്കി വെച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഈ ഡ്രസ്സെല്ലാം കൂടി എടുത്തുകൊണ്ട് അവിടുന്ന് ആ ജ്യൂസ് എടുത്ത് കുടിക്കാനായിട്ട് ഇങ്ങനെ നോക്കും. അപ്പോഴത്തേക്കും ജലജ ഇങ്ങനെ നോക്കുക കേട്ടോ, എവള് കുടിക്കുന്നുണ്ടോ ഇല്ലെന്ന്. എന്നിട്ട് ഈ ജ്യൂസ് എടുത്ത് ഇങ്ങനെ പിടിച്ച് നയന ഇങ്ങനെ നിൽക്കുമ്പോൾ കുടിക്കടി കുടിക്കുക, എന്നിട്ട് നീ കരഞ്ഞ് നിലവിളിക്കുക. കുഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇവളെക്കാളും സങ്കടം ഇവളുടെ അമ്മായിമ്മയ്ക്കായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. അവളുടെ പേരക്കുട്ടിയെ മടിയിലിരുത്തി ലാളിക്കാൻ കാത്തിരിക്കുന്നവളാ. എനിക്കൊന്ന് കാണണം ലാളിക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ അവിടെ നിൽക്കുന്നു. നേരെ അന്നേരം ഈ ജ്യൂസും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ജ്യൂസിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. കുടിക്കുന്നില്ല. കുടിക്കടി കുടിക്കടി എന്നും പറഞ്ഞുകൊണ്ട് ജലജ അവിടെ നിൽക്കുന്നു. പക്ഷെ നയന ജ്യൂസിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. കുറച്ച് കഴിയുമ്പോൾ അവരുടെ നിലവിളി കേൾക്കാം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ചിരിയൊക്കെ ചിരിച്ച് നമ്മുടെ ജലജ ചേച്ചി അവിടെ നിന്ന് അങ്ങ് പോയി. നയനയാണെങ്കിൽ ഈ ജ്യൂസ് എടുത്തിട്ട് കുടിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ ചന്തുമോൾ അങ്ങോട്ടേക്ക് വരുന്നത്. ചന്തുമോൾ വന്നപ്പോഴേക്കും മോള് വന്നത് കാര്യമായി. അമ്മയുടെ വയറ് ഫുള്ളാ, ദേ മോളിത് കുടിക്കുമോന്ന് നന്ദു ചോദിച്ചു. അയ്യോ എനിക്ക് വേണ്ട എന്ന് ചന്തുമോള് പറയുമ്പോൾ അയ്യോ മോൾ ആരോടും പറയണ്ട കേട്ടോ, മോളിത് കുടിച്ചോളാൻ പറഞ്ഞു. അന്നേരം വേണ്ട ഇത് അമ്മയുടെ ജ്യൂസ് അല്ലേ എന്ന് കൊച്ചു ചോദിച്ചു. അമ്മയുടെ ജ്യൂസ് ഞാൻ മോൾക്ക് തരാ. അതെ മോളുടെ മുത്തശ്ശിയോടൊന്നും പറയാതിരുന്നാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ടാത്തത് കൊണ്ടാ കുഞ്ഞെ, എൻ്റെ പൊന്നല്ലേ കുടിക്കടാ പ്ലീസ് മോളു, ഞാൻ പറഞ്ഞു. അമ്മയുടെ മോള് കേൾക്കത്തില്ലേന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വയറ് ഫുള്ളാണെന്ന് ചന്തുമോള് പറഞ്ഞു. അപ്പോൾ ആര് പറഞ്ഞു ഫുള്ളാണെന്ന്? കൊച്ചുകുട്ടികൾ ജ്യൂസ് കുടിക്കുന്നത് വളരെ നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ കുടിക്കട്ടെ എന്ന് ചോദിച്ചു. കുഞ്ഞെ കുടിക്കട്ടെ എന്നോ? ആഹാ അമ്മയുടെ വയറ്റിലും ഉണ്ടല്ലോ ഒരു കുഞ്ഞുവാവ എന്നിങ്ങനെ ചന്തുമോള് പറയുമ്പോൾ ഓ കുഞ്ഞാവ കുടിക്കട്ടെ എന്നല്ലേ. അപ്പോഴത്തേക്കും ചന്തുമോള് ചിരിച്ചു. ഇപ്പോഴേ കുഞ്ഞുവാവ കുടിക്കത്തില്ല. അതെ എന്ന് മാത്രമല്ല ഞാൻ ഇടയ്ക്ക് കുഞ്ഞുവാവയോട് ചോദിച്ചപ്പോൾ കുഞ്ഞുവാവ എന്നോട് പറയുവാ വേണ്ടാന്ന്. വയറ്റിൽ കിടക്കുന്ന കുഞ്ഞുവാവ എങ്ങനെയാ പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് വയറ്റിൽ കിടന്ന് ചവിട്ടും, അതെന്തിനാണെന്ന് അറിയോ? ഇതൊന്നും വേണ്ടാന്ന് പറയുന്നതാണെന്നും മോളിത് കുടിക്കാൻ പറഞ്ഞു. നിർബന്ധിച്ച് നയന ചന്തുമോളെ കുടിപ്പിക്കുക. വിഷം കലർന്നത് പാവം നമ്മുടെ ചന്തുമോളാ കുടിക്കുന്നേ. ഇതൊന്നും അറിയാതെ അവിടെ നമ്മുടെ ജാനകിയും അതുപോലെ ദേവയാനിയും കൂടി പാചകം ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഭയങ്കര തിരക്കിട്ട് പണിയാ. അപ്പോൾ ഒരുപാട് നിർബന്ധിച്ചാലേ അവൾ എന്തെങ്കിലും കഴിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദേവയാനി പറയൂ കേട്ടോ. അപ്പോൾ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പിന്നോട്ടാണെന്നും പറഞ്ഞ് ജാനകിയോട് ദേവയാനി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കേട്ടുകൊണ്ടാണ് നയനെ അങ്ങോട്ടേക്ക് വരുന്നത്, ജ്യൂസ് കൊച്ചിനെ കൊണ്ട് കുടിപ്പിച്ചിട്ട്. അപ്പം അങ്ങനെ അമ്മ വിഷമിക്കണ്ട കേട്ടോ, ഞാനിത് മുഴുവനും കുടിച്ചിട്ടുണ്ടെന്ന് നയന പറഞ്ഞു. ഓ അതെങ്കിലും കുടിച്ചല്ലോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോഴത്തേക്കും ജലജ അവിടെ നിന്ന് വന്നു. ജലജ നോക്കുക, ഒളിച്ചു നിന്ന് നോക്കുക. അവൾ കുടിച്ചു. ഇനിയാണ് മൊത്തത്തിൽ അവൾ വെള്ളം കുടിക്കാൻ പോകുന്നതെന്നും പറഞ്ഞുകൊണ്ട് ജലജ നിൽക്കുക. അപ്പം ഞാനേ എന്താ നിന്റെ ഇഷ്ടമെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി, അതെല്ലാം ഉണ്ടാക്കി തരാട്ടോ എന്ന് ജാനകി നയനയോട് പറയുമ്പം ഇളമയ്ക്ക് എന്നോടുള്ള ദേഷ്യം തീർന്നല്ലോ, അത് തന്നെ വലിയ ആശ്വാസമാണെന്ന് നയന പറഞ്ഞു. എനിക്ക് ദേഷ്യമൊന്നുമില്ല, പക്ഷേ നിന്റെ അനിയത്തെ ഇവിടേക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞ് നീയും നിന്റെ വീട്ടുകാരും വാശി പിടിച്ചാലേ എനിക്ക് ദേഷ്യമുള്ളൂ എന്ന് ജാനകി അന്നേരം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നയന ദേവയാനിയുടെ നേരെ ഒന്ന് നോക്കുക. വീണ്ടും ഇത് തന്നെ പ്രശ്നമാവുമോ എന്ന് ഓർത്തിട്ട് ഇവർ രണ്ടുപേരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പം ഞാനായിട്ട് ഇനി ഒന്നിനും മുൻകൈ എടുക്കില്ല ഇളയമ്മയെന്ന് നയനെ നേരത്തേക്കും ജാനകിയോട് പറഞ്ഞു. അല്ല മുൻകൈ നീ എടുക്കടി, എന്നാലല്ലേ ഈ വീടൊരു കുരുക്ഷേത്ര യുദ്ധക്കളമാക്കാൻ പറ്റുമോ? ആദ്യം നിന്റെ കുഞ്ഞ് പോട്ടെ, അതിന് ശേഷം എന്താന്ന് വെച്ചാൽ നോക്കാമെന്ന് പറഞ്ഞ് ജലജ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും നയന ഇവിടെ പാത്രത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇത് എന്തൊക്കെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കണേന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ നോക്കുക. എനിക്ക് ഒരുപാട് കറികളൊന്നും വേണ്ട കേട്ടോ എന്ന് നേരെ പറയുമ്പം ഒരുപാടൊന്നും ഇല്ല മോളെ, മോൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കിയെന്ന് മാത്രമേ ഉള്ളൂ, എന്താന്ന് വെച്ചാൽ എടുത്ത് കഴിച്ചോളാനും ദേവയാനി പറയോ, ബാക്കി കഴിക്കാൻ ഇവിടെ ആളുണ്ടല്ലോ എന്ന് പറഞ്ഞു. പിന്നെ ഒന്നും തീർന്നിട്ടില്ല കേട്ടോ, ഇനി അമ്മ ഏതാണ്ടൊക്കെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് കേട്ടായിരുന്നു എന്ന് പറയുമ്പം അത് നാളെ മതിയെന്നേ, ഇന്നിനി വേണ്ട, അത് ഞാൻ മുത്തശ്ശിയോട് പറഞ്ഞോളാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ജലജീവക്ക് എന്നെ കുഴപ്പമൊന്നും വരാത്തേന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. എല്ലാവരും ഒരുക്കത്തോടെ ഒരുക്കുക. ഇനിയിപ്പോൾ ഒരുക്കുന്നതേ ഇല്ലാത്ത കുഞ്ഞിനു വേണ്ടി ആയിരിക്കുമെന്ന് മാത്രം. ഉടനെ അവളുടെ വയറ് കത്താൻ തുടങ്ങുമെന്ന് പറഞ്ഞ് ജലജ നിന്നിങ്ങനെ ദിവസം ഒരുപാട് കാണുന്നു. അമ്മായിമ്മ മരുമകളുടെ കുഞ്ഞിനെ കളഞ്ഞു. അവൾ കൊടുത്ത ജ്യൂസ് കുടിച്ചതിന് ശേഷമാണല്ലോ എല്ലാം കീഴ്മേലും അറിയാൻ പോകുന്നത്. അങ്ങനെ അമ്മായിമ്മയും മരുമകളും തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവട്ടെ, അതല്ലേ നല്ലതെന്നും പറഞ്ഞ് ജലജ വീണ്ടും ഒളിഞ്ഞു നോക്കിയിട്ട് അവിടെ നിന്ന് പോവുക.
അപ്പോൾ ജലജയ്ക്കാണെങ്കിൽ ആകെ ഒരു സമാധാനക്കേട്. നയന ഇതുവരെയായിട്ട് കരയാൻ തുടങ്ങിയില്ല. നയനയ്ക്കാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ലല്ലോ ആ ഒരു ഇതിൽ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ജലജ നവ്യയുടെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ നവ്യ ഇങ്ങനെ കിടക്കുക. മോളെ ഇന്നേ ഇവിടെ ചിലതൊക്കെ നടക്കുമെന്ന് ജലജ പറഞ്ഞു. അന്നേരത്തേക്ക് നവ്യ ചാടി എഴുന്നേറ്റിട്ട് എന്താണെന്ന് ചോദിച്ചു. എല്ലാം കഴിയുമ്പോൾ അനിയത്തിയോടുള്ള സ്നേഹം മൂത്ത് എന്നെ ഒറ്റപ്പെടുത്തിയേക്കരുത് എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ അമ്മ ചെയ്തതെന്ന് ചോദിച്ചു നവ്യ. ഞാൻ എന്താ ചെയ്തതെന്ന് ഇപ്പം നീ അറിയണ്ട എന്ന് ജലജ നേരം നവ്യയോട് പറയുവാണ്. ഇവിടെ എന്ത് പൊട്ടിത്തെറി ഉണ്ടായാലും നീ എൻ്റെ ഒപ്പം തന്നെ നിൽക്കണമെന്ന് പറഞ്ഞു. എൻ്റെ എതിരാളികൾക്ക് എന്ത് തകർച്ച ഉണ്ടായാലും അതെനിക്ക് സന്തോഷമാണെന്ന് നമുക്ക് അറിയില്ലേ എന്ന് നവ്യ ചോദിക്കുക ജലജയോട്. പിന്നെന്തിനാ അമ്മ അങ്ങനെ ഒരു പറച്ചിലുമായിട്ട് വരുന്നതെന്നും നവ്യ ചോദിച്ചു. എങ്കിലേ മോള് ചിരിക്കാനായിട്ട് തയ്യാറായിക്കോളാൻ പറഞ്ഞു. ഈ വീട്ടിലെ ഹിരിട്ട് ബാധിക്കാൻ പോവാ, നീ നോക്കിക്കൊള്ളാൻ പറഞ്ഞ് ജലജ പറയുവാണ്. ഇപ്പം എന്തിൻ്റെ പേരിലാണോ ഇവിടെയുള്ളവർ സന്തോഷിക്കുന്നത്, ആ സന്തോഷമാണ് കുറച്ച് കഴിയുമ്പോൾ കെട്ടടങ്ങാൻ പോകുന്നതെന്നും ജലജ പറഞ്ഞു. ഇപ്പം എൻ്റെ ഉള്ളിൽ ജയിലിൽ കിടക്കുന്ന അഭിയുടെ മുഖം മാത്രമേ ഉള്ളൂ എന്നും പിന്നെ മറ്റൊന്നുമില്ല എന്നും നവ്യ പറയുക. അന്ന് ഇവർ ചെയ്തതൊക്കെ നവ്യ പെട്ടെന്ന് അങ്ങ് മറന്നുപോയി. പിന്നെ എനിക്കൊരു സംശയമുണ്ട് അമ്മേ, ഇടയ്ക്കിടയ്ക്ക് ഇവിടെയുള്ളവർ പറയുന്നുണ്ട് ആദർശിൻ്റെ ഭാഗത്ത് തെറ്റില്ല എന്ന്, ആദർശ് ത്യാഗസമ്പന്നനാണ് എന്നൊക്കെ. പക്ഷേ അയാൾ എന്ത് ത്യാഗാ ചെയ്തത്? ഇനി ആ ചന്തുമോൾ അയാളും തമ്മിൽ ഒരു ബന്ധമില്ലെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ എന്ന് നവ്യ ചോദിക്കുമ്പം മോളെന്താ മോളെ ഇപ്പം ഇങ്ങനെയൊക്കെ പറയുന്നേ? ആ കൊച്ചിൻ്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാൻ പാടില്ലേ അത് ആദർശിൻ്റെ ചോര തന്നെയാണെന്ന്? അപ്പം എനിക്കും അങ്ങനെ തന്നെ അത് തോന്നിയത്. പിന്നെ അവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോരോന്ന് അങ്ങനെ പുലമ്പിക്കൊണ്ടിരിക്കും. അതൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട ആവശ്യമില്ല എന്ന് ജലജ പറഞ്ഞു കൊടുക്കുക. ഈ സംഭവത്തിന് ശേഷം മീഡിയക്കാർ വന്നപ്പോഴേ അവൻ നനഞ്ഞ കോഴിയെപ്പോലെ ആയിരുന്നില്ലേ നിന്നതെന്നൊക്കെ ജലജ ചോദിച്ചു. പിന്നെ അവൻ മൂർത്തീസ് ഗ്രൂപ്പിൻ്റെ MD അല്ലേ, അപ്പോൾ പിന്നെ അവനെ അങ്ങനെ തളർത്തി കളയാനൊന്നും പറ്റത്തില്ലല്ലോ. അതിനുള്ള പ്ലാനായി ഇവർ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നതാ മോളെ എന്നും പറഞ്ഞ് ജലജ പറഞ്ഞു കൊടുക്കുന്നു. എന്തായാലും മോള് ചിരിക്കാൻ തയ്യാറായിക്കോളാൻ പറഞ്ഞ് ജലജ ഇങ്ങനെ പോയ ജലജ തിരിച്ചു വന്നിട്ട് ഇനി നമ്മുടെ കോർട്ടിലെ പന്ത് എന്ന് വെച്ചാൽ നമ്മൾ അനുഭവിക്കാനുള്ളതൊക്കെ അനുഭവിച്ച് കഴിഞ്ഞില്ലേ, ഇനി നഷ്ടപ്പെടാനുള്ളത് മറ്റുള്ളവർക്കാണെന്നൊക്കെ പറഞ്ഞ് ഓരോന്നിങ്ങനെ പറയും കേട്ടോ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടും നിന്ന് പിന്നെ ജലജ അങ്ങോട്ടേക്ക് പോയി. ഇതെല്ലാം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണേ. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.